സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങുകയാണ് സാംസ്കാരിക നഗരിയായ തൃശൂർ. 239 ഇനങ്ങൾ 25 വേദികളിൽ മാറ്റുരയ്ക്കും. കൗമാര മേളയുടെ മുഖ്യ ആകർഷണം ഈ പന്തലുകൾ തന്നെയാണ്, വേദിയുടെ പന്തലുകൾ. പൊള്ളുന്ന വെയിലിനെയോ കാറ്റിനെയോ മഴയെയോ ഇനി നിങ്ങൾ ഭയക്കണ്ട. കാറ്റിലിളകാത്ത, തീ പിടിക്കാത്ത, ചൂട് പ്രതിരോധിക്കുന്ന ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തലുകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനു വേണ്ടി തയ്യാറായി വരുന്നു. തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന പന്തൽ ഉൾപ്പെടെ 25 വേദികളും ഭക്ഷണ പന്തലുമാണ് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകളുമാണ് പന്തലൊരുക്കുന്നതും കൗതുകം പകരുന്നതും. 48 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്തുള്ള തിരുവനന്തപുരം SV ഡെക്കറേഷൻസ് ആണ് ഇക്കുറിയും പന്തൽ നിർമ്മാതാക്കൾ. ശ്രീയുടെ സാറിന്റെ ജീവിതത്തിൽ മറക്കാൻ വെക്കില്ല, അത്രയ്ക്ക് എനിക്ക് കടപ്പാടുണ്ട്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് ആദ്യം ഒരു പന്തൽ തന്ന സാറായിരുന്നു. അപ്പോൾ ശരിക്ക് സാറിനെ ഒരിക്കലും മറക്കാൻ വെക്കാത്ത കാര്യം. കഴിഞ്ഞ വർഷം മുതലാണ് SV ഡെക്കറേഷൻസ് ഉടമ വിജയകുമാറും ആർക്കിടെക്റ്റായ മകൾ ഗ്രീഷ്മയും ചേർന്ന് കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണം കരാറെടുക്കാൻ തുടങ്ങിയത്. പ്രാവശ്യം പന്തലുകളെല്ലാം ജർമ്മൻ ടെക്നോളജിയിലുള്ളതാണ്. ഫുൾ ജർമ്മൻ സ്ട്രക്ചേഴ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒരു പ്രധാന വേദി ഒഴിച്ച് ബാക്കി എല്ലാ വേദികളിലും ജർമ്മൻ സ്ട്രക്ചർ തന്നെയാണ്. ഫുഡ് പന്തൽ ഉൾപ്പെടെ എല്ലാം ജർമ്മൻ സ്ട്രക്ചറാണ്. കാരണം കുറച്ചുകൂടെ ചൂടില്ലാണ്ടും ഈ ക്ലൈമറ്റിൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് പന്തൽ നിർമ്മിക്കാനുള്ളത്. കാരണം പ്രധാന വേദി മാത്രം നമ്മൾ GA ഷീറ്റ് ഹാങ്ങറാണ് ഇട്ടിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള അലൂമിനിയം ജർമ്മൻ ഹാങ്ങർ ടെന്റ് പന്തലുകളാണ് ഒരുങ്ങുന്നത്. കാറ്റത്ത് മറിഞ്ഞു വീഴുകയോ തീ പിടിക്കുകയോ ചെയ്യില്ല എന്നതാണ് പ്രത്യേകത. അലൂമിനിയം ചട്ടക്കൂടിൽ PVC കോട്ടിംഗ് ഉള്ള ഷീറ്റ് ഉപയോഗിച്ചാണ് മേൽക്കൂര തീർക്കുന്നത്. വളരെ വേഗം പന്തൽ നിർമ്മിക്കാൻ കഴിയും. പന്തലിന്റെ തൂണുകൾ തമ്മിൽ 100 അടിയിലേറെ ഇടയുണ്ട്. അതിനാൽ കാണികൾക്ക് തൂണുകളുടെ തടസ്സമില്ലാതെ കലാപരിപാടികൾ കാണാൻ കഴിയും. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കലോത്സവം വന്നപ്പോൾ ഞാൻ ആ വർക്കെടുത്തു. അന്ന് ഈ ഓലപ്പന്തലിൽ നിന്ന് മാറി ഷീറ്റ് പന്തലെല്ലാം ഇരിക്കുന്നിടത്ത് നമ്മൾ ജർമ്മൻ പന്തൽ ആദ്യമായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇട്ടു. ഇത് ഫുൾ പന്തലാണ്. ഇതിൽ 4000 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കണക്കാക്കിയുള്ള പന്തലാണ് ഇത് ഇവിടെ ഇടുന്നത്. 10-ാം തീയതിക്കകം പന്തലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 200ഓളം തൊഴിലാളികളാണ് പന്തൽ നിർമ്മാണത്തിനായി എത്തിയത്. 24 തൃശൂർ. ജർമ്മൻ സാങ്കേതിക സാധ്യതയിൽ ഉയരുന്ന പന്തൽ കുട്ടികൾക്കൊക്കെ നല്ല സുരക്ഷ ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വലിയ പ്രതീക്ഷയോടെയാണ് തൃശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തെ നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.